രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം സെമിഫൈനലിൽ പ്രവേശിച്ചു. ജമ്മുകാശ്മീരിനെതിരായ ക്വാർട്ടർ ഫൈനൽ സമനിലയിലായതോടെയാണ് കേരളം സെമിയിലെത്തിയത്. ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 1 റൺസിന്റെ ലീഡാണ് കേരളത്തിന് തുണയായത്. മഹേഷ് പോലൂർ ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. മഹേഷ്, എങ്ങനെയായിരുന്നു കേരളത്തിന്റെ പ്രകടനം? ജീന, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കേരള ക്രിക്കറ്റ് കടന്നു പോകുന്നത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള ടീം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. കരുത്തരായ ജമ്മു കശ്മീർ, മുംബൈയെ തകർത്തു വന്ന ജമ്മു കശ്മീരിനെ കേരളം സമനിലയിൽ തളച്ചാണ് ഈ മിന്നുന്ന ഒരു പ്രകടനം കേരള ടീം പുറത്തെടുത്തത്. ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 1 റൺസിന്റെ നിർണായക ലീഡാണ് കേരളത്തിന് സെമിയിലേക്കുള്ള വാതിൽ തുറന്നത്. ആ തുടക്കത്തിൽ വിക്കറ്റുകൾ വീണപ്പോഴും അന്ന് സൽമാൻ നിസാറും ബേസിൽ തമ്പിയും അവസാന വിക്കറ്റിൽ കൂട്ടിച്ചേർത്ത 81 റൺസിന്റെ കൂട്ടുകെട്ടിന്റെ വില ഇന്നാണ് കേരളം അറിയുന്നത്. ആ 1 റൺസിന്റെ ഫലത്തിലാണ് കേരളം ഇന്ന് സെമിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് നിർണായക ദിനമായിരുന്നു. 100 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് കേരളം ഇന്ന് ഇന്നിംഗ്സ് തുടങ്ങിയത്. ജയിക്കാനായിരുന്നില്ല കേരളത്തിന്റെ കളി, സമനിലയിലാക്കാൻ തന്നെയായിരുന്നു കേരളം ഇന്ന് കളിച്ചത്. കാരണം അഗ്രസീവായ ഷോട്ടുകളില്ലായിരുന്നു, പൂർണ്ണമായും പ്രതിരോധത്തിലൂന്നിയുള്ള പ്രകടനമാണ്, ബാറ്റിംഗ് ശൈലിയാണ് കേരളം ഇന്ന് പുറത്തെടുത്തത്. അക്ഷയ് ചന്ദ്രനും സച്ചിൻ ബേബിയുമാണ്, ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുമാണ് ഇന്ന് രാവിലെ മുതൽ ബാറ്റിംഗ് ആരംഭിച്ചത്. ആദ്യ സെഷനിൽ 1 വിക്കറ്റ് പോലും വീഴ്ത്താൻ കശ്മീരിനായില്ല, ജമ്മു കശ്മീരിന്റെ ബോളർമാർക്കായില്ല. അവരുടെ കഴിവിന്റെ പരമാവധി എടുക്കുകയും പരമാവധി അടവുകൾ പയറ്റുകയും ചെയ്തെങ്കിലും സച്ചിൻ ബേബിയും ഒപ്പം തന്നെ അക്ഷയ് ചന്ദ്രനും പാറ പോലെ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. സച്ചിൻ ബേബി 162 പന്തുകൾ നേരിട്ടു, ഏതാണ്ട് 27 ഓവറുകൾ സച്ചിൻ ബേബി നേരിട്ടു. 48 റൺസാണ് സച്ചിൻ നേടിയത്. പിന്നാലെ വന്ന ബാറ്റർമാരെല്ലാം തന്നെ സൽമാൻ നിസാർ 162 പന്ത് സൽമാൻ നിസാർ 162 പന്ത് നേരിട്ടു, 44 റൺസ് നേടി. മുഹമ്മദ് അസറുദ്ദീൻ അർദ്ധ സെഞ്ചുറി നേടി, 67 റൺസ് 118 പന്ത് നേരിട്ടു. അതായത് വിക്കറ്റ് കൊടുക്കാൻ ഒരുക്കമല്ല എന്നുള്ളത് തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത്. അവരുടെ പേസ് നിരയും അതുപോലെ തന്നെ സ്പിൻ നിരയെയും അക്കീബ് നബിയെ പോലുള്ള മികച്ച പേസ് ബോളർമാരുണ്ട്, ഉമർ നസീറിനെ പോലുള്ള ബോളർമാരുണ്ട്, യുദ്വീർ സിംഗിനെ പോലുള്ള പേസ് ബോളർമാരുണ്ട്. ഒപ്പം തന്നെ ആബിദ് മുഷ്താഖിനെ പോലെയും സഹിൽ ലോത്രയെ പോലുള്ള മികച്ച സ്പിന്നർമാരുമുള്ള ബോളിംഗ് നിരയാണ് ജമ്മു കാശ്മീരിൻ്റെത്. അവരെ കൃത്യമായി പ്രതിരോധിച്ചാണ് കേരളം ഇപ്പോൾ സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിലെ നിർണായകമായ 1 റൺസ് ലീഡാണ് കേരളത്തിന് 6 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും സെമിയിലേക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നത്.